ചില ആളുകളൊരു വലിയ കൺഫ്യൂഷൻ, എങ്ങനെയാണ് ഈ സ്ത്രീകൾക്ക് ഈ ഫ്രീ കൊടുക്കാൻ കഴിയുന്നത്? എന്തോന്ന് ഫ്രീ ആയിട്ട് യാത്ര എങ്ങനെ സാധ്യമാകുന്നു എന്നാണ് ചില ആളുകളെ വലിയ സംശയം. വളരെ സിമ്പിളാണെന്നേ. എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമുക്ക് വരാൻ പോകുന്നൊരു വലിയ ചിലവ് അതങ്ങോട്ട് വെട്ടിക്കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 1/3 മാത്രം ചിലവ് വരുന്ന വേറെ എന്തെങ്കിലും പരിപാടി നമുക്ക് കൊണ്ടുവരാം. മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, 3600 കോടിയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ഞാൻ പതുക്കെ പറയുള്ളൂ, ചില സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് സ്പീഡിൽ പറഞ്ഞു തീർക്കണോ എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. ഇത് പതുക്കെ പറഞ്ഞാലും മനസ്സിലാകുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. 3600, ശ്രദ്ധിച്ച് കേൾക്കണേ, 3600 കോടി രൂപയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലേക്ക്. ഒരു 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ വീതം, വീട്ടമ്മമാർക്ക് 1000 രൂപ വീതം ഒരു പദ്ധതി അവരുടെ അക്കൗണ്ടിലേക്ക് എത്തും. ആ ഒരു പദ്ധതി എനിക്ക് പേര് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നായിരുന്നു. പിണറായി വിജയൻ കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു. അതിന് 3600 കോടി രൂപയാണ് അതിന് വരിക. 3600 കോടി. ആ ഒരു പദ്ധതി അങ്ങോട്ട് തകർത്തു. നിങ്ങളെ അടുത്തൊക്കെ ഒരു 30 വയസ്സ് കഴിഞ്ഞ് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ചോദിച്ചു നോക്കുക, നിങ്ങൾക്കിപ്പോൾ 1000 രൂപ പിണറായി വിജയുള്ള സമയത്ത് കിട്ടിയിരുന്ന 1000 രൂപ ഇപ്പൊ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല എന്നായിരിക്കും ഉത്തരം. അങ്ങനെ 3600 കോടി രൂപയുടെ ആ ഒരു പദ്ധതി തകർത്തിട്ടാണ് വെറും 800 കോടി രൂപ, 3000 ഒന്നും വരില്ല കേട്ടോ, വെറും 800 കോടി രൂപയുടെ KSRTC സൗജന്യ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ 2 ദിവസമായി ആ ഒരു സംഗതി എൻ്റെ വീഡിയോയുടെ താഴേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ 1000 രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് തകർക്കാൻ പോകുന്നു എന്ന് ഇവർ അധികാരത്തിൽ കയറി 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒന്ന് തപ്പി നോക്കി, നിങ്ങൾക്കത് കിട്ടും. കഴിയുമെങ്കിൽ ഞാനിതിൽ പിന്ന് ചെയ്ത് വെക്കാൻ, ചിലപ്പോൾ ഞാനത് പെട്ടെന്ന് മറക്കും, അതുള്ളതുകൊണ്ടാണ്. അപ്പോഴാണ് എൻ്റെ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു പോസ്റ്റ് കിട്ടിയത്. ഞാൻ വിചാരിച്ചതിന്റെ കൃത്യമായ കണക്ക് ഗോപകുമാർ മുകുന്ദൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ രസകരമായി എഴുതിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇനി അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതിയല്ലോ. നോക്കൂ, സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്ന പദ്ധതിയായിരുന്നു അത്. അതിൽ ഏകദേശം എത്ര പേര് വെച്ച് കഴിഞ്ഞാൽ 1, 10, 100, 1000, 10,000, ലക്ഷം, 18 ലക്ഷത്തോളം പേരാണ് അതിൽ പെടുന്നത്, സ്ത്രീകൾ. അവരുടെ മുഴുവൻ പേര് ലിസ്റ്റിൽ വന്നാൽ കുറഞ്ഞത് 30 ലക്ഷം സ്ത്രീകൾ ഇതിന്റെ ഗുണഭോക്താവെന്ന് പറയുന്നത്. 18 അല്ല, മൊത്തം 30 ലക്ഷം സ്ത്രീകൾ ഇതിന്റെ ഗുണഭോക്താക്കളാണ്. മാസം 1000 രൂപ ആണ് കിട്ടുക. സാധാരണക്കാരായിട്ടുള്ള ഹൗസ് വൈഫ് എന്ന് പറയുന്ന പേരിൽ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു തുക കിട്ടുന്നത്. UDF അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് ഇതങ്ങോട്ട് അവസാനിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി നമ്മുടെ പിണറായി വിജയൻ മാറ്റിവെച്ചിരുന്ന ഒരു 3600 കോടി രൂപ എടുത്തിട്ട് ഇനി വരുന്ന ഒരു 3 മാസത്തേക്ക് നമ്മുടെ KSRTCയിൽ പരീക്ഷിക്കുകയാണ്. ഈ 100 ദിനമാണ് ഇത് പരീക്ഷിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം. അപ്പൊ ആ ഒരു 3 മാസത്തേക്കുള്ള തുക എവിടെ നിന്ന് ഇവർ കണ്ടെത്തും? സിമ്പിളാണ്. ആ 3600 കോടി രൂപ എടുത്തിട്ട് KSRTCക്ക് ഇങ്ങോട്ട് വക മാറ്റിയാൽ മതി എന്നർത്ഥം. അപ്പൊ പിന്നെ ആർക്കും ഒരു പ്രശ്നമില്ല. ഗവൺമെന്റിന് വലിയ തട്ടുമുട്ടൊന്നുമില്ലാത്ത കാര്യങ്ങൾ 3 മാസം നടന്നു പോകും. 3 മാസം കഴിഞ്ഞിട്ട് ഈ പദ്ധതി അവസാനിപ്പിച്ചാലും ആരൊന്നും ചോദിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോ രസകരമായ സംഗതി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാർഷിക ചെലവ് എത്ര വരും എന്നുള്ളതാണ്. 30 ലക്ഷം പേരെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ 3600 കോടി രൂപയാണ് ചെലവഴിക്കുക. ഈ പദ്ധതി അവസാനിപ്പിച്ചിട്ടാണ് ഇതിന്റെ 1/3 മാത്രം ചെലവ് വരുന്ന വെറും 800 കോടി രൂപ വരുന്ന ഈ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ യാത്ര ചെയ്യുന്നവർക്ക് മാത്രം, അതും KSRTCയിലെ പരിമിതപ്പെടുത്തിയ യാത്രകൾക്ക് മാത്രമാണ് സൗജന്യം കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ KSRTC എല്ലാ ബസ്സിലും യാത്ര ചെയ്യാൻ പറ്റില്ല. ഒപ്പം തന്നെ ഇന്നലെ ഒരു വൻ ചതി കൂടി KSRTCയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ VD സതീശൻ മേനോൻ. ഒരുപാട് ഓർഡിനറി ബസ്സുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ സിറ്റി ഫാസ്റ്റ് എന്ന പേരിലേക്ക് ഇന്നലെ അങ്ങോട്ട് മാറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ ഓർഡിനറി എന്ന പേരിൽ ഓടിയിരുന്ന അതേ ബസ്സുകൾ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ സിറ്റി ഫാസ്റ്റ് എന്ന പേരിലാണ് ഓടുന്നത്. പക്ഷെ രസമുണ്ട്, ഓർഡിനറി എന്ന പേരുള്ള ബസ്സിൽ മാത്രമാണ് സ്ത്രീകൾക്ക് കയറി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ സ്ത്രീകൾ പൈസ കൊടുക്കണം.
ഇതൊരു ചതിയല്ലേ? ചതിയാണ്. ഇങ്ങനെ ചതിച്ചാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് വി.ഡി. സതീശൻ അറിയാം. ഇതൊരു വൻ ചതിയാണ്. ഇന്നലെ രാത്രിയാണത്രേ അത് മുഴുവൻ ഇല്ലാതാക്കിയത്. സിറ്റി ഫാസ്റ്റ് എന്നൊക്കെ ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് എല്ലാ ബസ്സിലും എല്ലാ ഡിപ്പോയിലും എഴുതപ്പെട്ടതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു തരം കൺസെപ്ഷൻ ബേസ്ഡ് സബ്സിഡിയറി ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് സോഷ്യൽ വെൽഫെയർ രീതിയിലേക്കാണ് ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നടക്കുന്നതെന്ന് അർത്ഥം. ഇതാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ നടക്കുന്നത്. അപ്പോൾ ഒരു 3600 കോടി രൂപ, ഒരു 3000 ഇരിക്കുക. അപ്പോൾ അതിലത്തെ ഒരു 3000 കോടി രൂപ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തേക്ക് ഒരു പക്ഷേ ഈ 3600 കോടി രൂപയ്ക്ക് കേരളത്തിൽ ഈ KSRTC ബസ് ഓടിപ്പിക്കാൻ സാധിക്കും. അത് തന്നെ പറഞ്ഞുള്ള എല്ലാ കണക്കുള്ള ബസ്സും ഓടുന്നില്ല. പലതും വെട്ടിക്കുറച്ചിട്ട് ഈ സിറ്റി ഫാസ്റ്റ് എന്നുള്ള പേരിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ സ്ത്രീകൾ ഈ ഉത്തരേന്ത്യയിൽ ട്രെയിനിൽ ആളുകളൊക്കെ സഞ്ചരിക്കുന്ന പോലെ തിങ്ങിക്കൂടിയിട്ട് പാഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. ഇത് പറ്റിക്കലല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% പറ്റിക്കലാണ്. ഇത് ആർക്കെങ്കിലും മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലായിട്ട് കാര്യമില്ല. ഇതൊന്നും ചർച്ച ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായല്ലോ അല്ലേ? ബൈ.